വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ജിപ്സം വരുന്നത് ഇറാൻ്റെ ജിപ്സാണ്. സർട്ടിഫൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ മെറ്റീരിയലും ഇവിടെ കൊണ്ടുവരുന്നത്. ജിപ്സം സീലിങ്ങും ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്, അത് എത്രയാണെന്ന് പറയാൻ സാധിക്കും? അതൊരു സീക്രട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കോസ്റ്റ് എന്താണ് നമ്മുടെ ഈ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്? ഇത് ഉപയോഗിക്കാൻ വയ്യാത്ത ഒരു ഏരിയ ആദ്യം ചിന്തിക്കുന്നത് കോസ്റ്റാണ്. നമസ്കാരം. വീട് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലാസ്റ്ററിങ്. നമ്മൾ പല രീതിയിലുള്ള പ്ലാസ്റ്ററിങ് രീതികൾ അവലംബിക്കാറുണ്ട്. എക്സ്റ്റീരിയർ, സിമൻറ്റ് മണൽ പ്ലാസ്റ്ററിങ്, അതുപോലെ തന്നെ ജിപ്സം പ്ലാസ്റ്ററിങ്, അങ്ങനെ നിരവധി പ്ലാസ്റ്ററിങ് ടെക്നിക്കുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വളരെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ബേസിലും ഒക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ജിപ്സം പ്ലാസ്റ്ററിങ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കുന്നംകുളത്താണ്. കുന്നംകുളത്ത് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകത ഞാൻ വന്നപ്പോൾ കണ്ടത് AAC ബ്ലോക്ക് കൊണ്ടാണ് 2 നില വീടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചും എവിടെയൊക്കെ ചെയ്യാം, എവിടെയൊക്കെ ചെയ്യരുത്, ഇതൊക്കെ അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്ററിങ് വളരെ ഭംഗിയായിട്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ഒപ്പം ഉള്ള സുഭാഷ് ചേട്ടനാണ്. സുഭാഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ പ്ലാസ്റ്റിൻ്റെ മാർക്കറ്റിംഗ് മാനേജറാണ് അല്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര വർഷമായി നമ്മൾ കേരളത്തിലേക്ക് വന്നിട്ട് ജിപ്സം പ്ലാസ്റ്റിങ്? കേരളത്തിൽ അറൗണ്ട് 18 മുതൽ 20 വർഷത്തോളമായി. കേരളത്തിൽ 20 വർഷമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതെ. പക്ഷേ ഇതിനൊരു വെൽക്കമിങ് അല്ലെന്നുണ്ട് ഒരു ട്രെൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. ഏതാണ്ട് ഒരു 5 to 7 years ആയിട്ടുള്ളൂ അതിൻ്റെ ട്രെൻഡ് ആയിട്ടുള്ളത്. ഇത് ഒന്നുകൂടെ ചോദിക്കാം, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട്, എന്താണ് ജിപ്സം പ്ലാസ്റ്ററിങ്? ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് എല്ലാവരും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണ് നോക്കുന്നത്. പക്ഷേ ജിപ്സം എന്ന് പറയുന്നത് വളരെ പണ്ട് മുതലേ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്. പണ്ട് കാലത്ത് തന്നെ കുമ്മായം മിക്സ് ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിനെ ഒന്നും കൂടി പ്യൂരിഫൈ ചെയ്തിട്ട് നല്ല മെറ്റീരിയൽ, അതായത് മൈൽഡ് മെറ്റീരിയൽ വേണം നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ മൈൽഡ് ജിപ്സം എടുത്തിട്ട് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ലാസ്റ്റിങ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളെ ഈജിപ്തിലെ പിരമിഡുകളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് മൈൽഡ് ജിപ്സം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് എത്ര കാലം കൂടുന്നതിനനുസരിച്ചിട്ട് അതിന് സ്ട്രെങ്ത് കൂടി വരികയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ മിക്സിങ് കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പ്യൂരിഫൈ ചെയ്തിട്ട് മൈൻ ചെയ്തെടുക്കുന്നു, ഗ്രൈൻ ചെയ്ത് പൗഡർ ബേസ് ആക്കിയിട്ട് അതിനെ പ്ലാസ്റ്റർ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. പ്ലാസ്റ്ററിങ് മെറ്റീരിയൽ പൗഡറായിട്ട് വരുന്നതിനൊപ്പം തന്നെ ഈ സാധനം പ്ലാസ്റ്ററാണ്. ആ പ്ലാസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവരുന്നത്. പ്ലാസ്റ്ററിങ് ഗ്രേഡ് ആക്കിയിട്ടാണ് മെറ്റീരിയൽ കൊണ്ടുവരുന്നത്. ഇവിടെ വരുന്ന പ്രോഡക്റ്റിലുള്ള ക്വാളിറ്റി നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ക്വാളിറ്റി വ്യത്യാസം നമുക്ക് ഒറ്റ നോട്ടത്തിൽ സാധാരണ ഒരാൾക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയില്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഒരുപാട് ലോക്കൽ മെറ്റീരിയലിൻ്റെ അതിപ്രസരമുണ്ട് കേരളത്തിൽ. അപ്പോൾ അത് 200 മെഷ്, ഒരു 180 to 200 മെഷിൽ എടുക്കുന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ല വൈറ്റ്നസ്സും ഉണ്ടായിരിക്കും, നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ആ രീതിയിൽ എടുക്കുമ്പോഴാണ് അതിന് ഫിനിഷിങ്ങും കിട്ടുന്നത്, സ്ട്രെങ്ത്തും കൂടുതലായിട്ട് കിട്ടുന്നത്. അതേസമയം ഇവിടെ നാട്ടിൽ വരുന്നുണ്ട് 100 മെഷും അതിന് താഴത്തേക്കൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് ആ രീതിയിൽ ആ മെറ്റീരിയൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിനുള്ള ഗ്ലേസിങ്ങും കാര്യങ്ങളും ഫിനിഷിങ്ങും കിട്ടും ചെയ്തില്ല, റഫായിട്ട് തന്നെയാണ് കൂടുതലും കിട്ടുക. അപ്പോൾ നമ്മൾ ലോക്കൽ മെറ്റീരിയൽ, ഇപ്പോൾ നമ്മൾ തന്നെ മെറ്റീരിയൽ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടെ നിന്ന് വേസ്റ്റ് എടുത്തിട്ട് വരുന്ന പല കമ്പനികളും നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നു. മൈൻ ചെയ്ത് എടുത്ത് അതിനെ നേരെ ഗ്രൈൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ എടുക്കുന്ന സമയത്ത് അതിന് ആ ക്വാളിറ്റി മെറ്റീരിയൽ വേണം. അതിന് വേസ്റ്റ് കട്ട് ചെയ്ത് വരുന്ന മെറ്റീരിയലൊക്കെ ഇവിടെ ലോ കോസ്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നവർ തന്നെ അതിൽ അറൗണ്ട് 60% നമ്മളെ ആന്ധ്രയിലും ഗുജറാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ മെറ്റീരിയൽ അവിടുന്ന് ഇത് ലഭിക്കും, കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്തൂടെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഗതി, ഇപ്പം ഇറാനിയൻ, ഒമാനിയൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് ഇതിൽ ക്വാളിറ്റി വ്യത്യാസം വരുന്നത്? വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ജിപ്സം വരുന്നത് ഇറാന്റെ ജിപ്സാണ്. പ്യൂരിഫൈ ചെയ്തിട്ട് കിട്ടുമ്പോൾ നല്ല പ്യൂർ വൈറ്റും. ഒമാൻ ജിപ്സം നമുക്ക് നോക്കി കഴിഞ്ഞാൽ വേറെ തന്നെ അറിയാം, അതിനൊരു യെല്ലോ കളർ, ഒരു ചെളി വാരി പൊത്തിയ പോലുള്ള ഒരു കളറായിരിക്കും. പല കമ്പനികളും ഇവിടെ വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ പ്യൂരിഫൈ ചെയ്തിട്ട് ആ പ്യൂർ വൈറ്റ് കളറ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാൻ സാധിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ അഷൂർ ചെയ്തിട്ട് നമ്മൾ QAQC ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട് അതിനായിട്ടുള്ള.
അപ്പോൾ അത് സർട്ടിഫൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവരുന്നത്. ഞാനിത് ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു സംഗതി ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ ഇവരുടെ ക്വാളിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളൊരു റീസണും കൂടെ. ഇനി മറ്റൊന്ന് പലപ്പോഴും എനിക്ക് സംശയമുണ്ടായിട്ടുള്ള ഒന്നാണ്, ജിപ്സം സീലിങ്ങും ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്, അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് എന്താണ്? ഒന്ന് സീലിങ്ങിൻ്റെ അത് ബോർഡ് അടിക്കുന്നത് കൂടുതലും POP ഉപയോഗിച്ചിട്ടാണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അത് കാണാൻ ഇതെല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ സെയിം ആസ് ജിപ്സം തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലരും ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയുന്ന ഒരു കാര്യമാണ് ജിപ്സം ചെയ്ത് പൊടിഞ്ഞു വരുന്നു എന്ന് പറയുന്നത്. ഈ പൊടിഞ്ഞു വരുന്നു എന്ന് പറയുന്ന കംപ്ലൈൻറ്റ് വരുന്നത് ഈ മറൈൻ ജിപ്സം ഉപയോഗിച്ചാൽ. നമ്മളെ തൂത്തുക്കുടി പോയി കഴിഞ്ഞാൽ മറൈൻ ജിപ്സം കിട്ടും. മറൈൻ ജിപ്സം ഉപയോഗിച്ചിട്ട് അതിനകത്ത് മറൈൻ ജിപ്സം എന്ന് പറയുന്നത് തന്നെ സാൾട്ടിൻ്റെ കണ്ടന്റ് ഉള്ളതാണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മറൈൻ ജിപ്സം എന്ന് പറയുന്നത്. അപ്പോൾ അതിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഉപ്പിൻ്റെ അംശം കൺസ്ട്രക്ഷൻ മേഖലയിൽ യൂസ് ചെയ്യുന്ന എന്തൊരു ഇതിനകത്ത് ആഡായി കഴിഞ്ഞാൽ പൊടിഞ്ഞു വരും. സെയിം ആസ് ജിപ്സം അത് തന്നെയാണ്. അത് അല്ലാതെ തന്നെ ഹാർഡ് ജിപ്സം ഉണ്ട്. ഹാർഡ് ജിപ്സത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ജിപ്സം ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റ് ബോണ്ടിങ് കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ അതിനെ മറ്റുള്ള എന്തെങ്കിലുമായിട്ട് പ്രസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് ബോർഡും ജിപ്സവും എൻ്റെ ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. മൈൽഡ് ജിപ്സവും ഹാർഡ് ജിപ്സവും അതിനകത്ത് വരുന്ന ക്വാളിറ്റി ബേസിൽ ശരിക്കും പറഞ്ഞാൽ അജഗജാന്തരം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. പലരും എന്നോട് സംശയം ചോദിച്ചതാണ്. പക്ഷേ അതേസമയം ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സീലിംഗ് ജിപ്സത്തിൻ്റെ തന്നെ, അതായത് ഇതേ മെറ്റീരിയൽ ഇട്ട് സീൽ ചെയ്തിരിക്കുകയാണല്ലേ? അപ്പോൾ ആ ക്വാളിറ്റി അതിനകത്ത് നമുക്ക് കൊടുക്കാനും സാധിക്കും. തീർച്ചയായിട്ടും. അതായത് ഇന്ന് ബോർഡ് ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഇത് സീലിംഗ് ഞങ്ങൾ ബോർഡ് ചെയ്യണം. നമ്മൾ ഒരു 2 നില വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സീലിംഗ് ജിപ്സം പ്ലാസ്റ്റർ ചെയ്യണം, ബോർഡ് വെച്ചിട്ട് കാര്യമില്ല. കാരണം ഒന്ന് ജിപ്സം ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മൾ 40 to 50% ഹീറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശരിയായിട്ടുള്ള ഗുണഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ സീലിങ്ങും കൂടി കറക്റ്റായിട്ട്, ഇപ്പോൾ ഫസ്റ്റ് ഒരു സിംഗിൾ ഫ്ലോർ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സീലിങ്ങും ചെയ്യണം. ഡബിൾ ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഫ്ലോർ മസ്റ്റായിട്ട് ചെയ്തെങ്കിലേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? പ്രോപ്പറായിട്ടുള്ളൊരു ജിപ്സം ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? നമ്മളെ മെറ്റീരിയൽ IGBC സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഗ്രീൻ ബെൽറ്റ് സർട്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റ് കെമിക്കലുകളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. പ്യൂർ ജിപ്സാണ്. മറ്റ് കെമിക്കലോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നേരെ നമ്മൾ മെറ്റീരിയൽ വരുന്നു, പൊട്ടിക്കുന്നു വെള്ളത്തിൽ. അതിന് റേഷ്യോ ഉണ്ട്, വെള്ളത്തുമായിട്ട് റേഷ്യോ ഉണ്ട്. ഓക്കെ, ഇത്ര വെള്ളം അതിനകത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ട്. 1 കിലോന് ഇത്ര ഗ്രാം വെള്ളം. അത് എത്രയാണെന്ന് പറയാൻ സാധിക്കും? അതൊരു സീക്രട്ടാണ്. നിങ്ങളുടെ ഇനീഷ്യൽ ഇതിന്റെ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 20 to 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റിനകത്ത് ഇത് ഇനീഷ്യൽ സെറ്റിങ്ങിലേക്ക് വരും. അത് ആ 30 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം അത് ഏതാണ്ട് സെറ്റായിട്ടുണ്ടായിരിക്കും. കയ്യിൽ അതിൽ പാട് വീഴ കാര്യങ്ങളൊന്നും വരില്ല, സെറ്റായിട്ടുണ്ടായിരിക്കും. നേരെ മിക്സ് ചെയ്ത് ഏതാണ്ട് ഒരു 5 to 6 മിനിറ്റ് അത് കുഴച്ചിട്ട് വെക്കണം. എന്നിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഇത് കണ്ടില്ലേ, ഇത് 2 അടി വിട്ടിട്ട് നമ്മൾ ദട ഇടുക എന്ന് അതിനെ പറയാം. എന്നാ പറയാ? ദട ഇടുക. ഓക്കെ, അതെന്താ? ഇത് എന്താണ് ഇതിന്റെ ഒരു, അല്ലെങ്കിൽ ഇത് വാട്ടർ ലെവൽ പിടിച്ചിട്ടുള്ളതാണ്. ടോപ്പ് ടു ബോട്ടം ഭിത്തിയുടെ ലെവൽ പിടിച്ചിട്ട് ഇനി 2 അടി ഗ്യാപ്പിൽ ഇത് ദട ഇട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് പോവുക ചെയ്യാം. ആ ഫില്ല് ചെയ്ത് പോകുന്ന സമയത്ത് കറക്റ്റ് ലെവലായിരിക്കും. നോർമൽ തിക്നെസ്, അതായത് സിമെന്റ് പ്ലാസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ 8 to 12 mm തിക്നെസ്സാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ ലെവൽ പിടിച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ 1.5 ഇഞ്ച് 2 ഇഞ്ച് തിക്നെസ് ഒക്കെ കയറും, വരാം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒന്നും നോക്കാനൊന്നുമില്ല, അപ്ലൈ ചെയ്യാം. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ 2 ലെയറായിട്ട് ചെയ്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് പോകും. അപ്പോൾ ഇതിന്റെ തിക്നെസ് വരുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു നോർമൽ തിക്നെസ് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് തിക്നെസ്. അത് പിന്നെ വെന്റിലേഷൻ അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. ഇതിലോട്ട് നമ്മൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ സിമെൻറ്റ് മണൽ പ്ലാസ്റ്ററിങ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വേഴ്സസ് എന്നുള്ള രീതിയിലോട്ട് വന്നു കഴിഞ്ഞു. സിമെൻറ്റ് മണൽ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന് വിലയിരുത്താൻ പറ്റും? സിമെന്റ് മണലുമായിട്ട് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏതൊരു സാധാരണക്കാരനും ആദ്യം ചിന്തിക്കുക ഇതിൻ്റെ കോസ്റ്റ് എന്ത് രീതിയിൽ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഇതിനകത്ത് കോസ്റ്റ് 2 തരത്തിലാണ് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്
ഡയറക്റ്റ് വരുന്ന കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും അടുത്തത് ടൈം പീരീഡിൽ വരുന്ന കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും. ഓക്കെ. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി നമ്മളൊരു പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ പ്രൊജക്റ്റിന് കറക്റ്റ് ടൈം പീരീഡിൽ ആ പ്രൊജക്റ്റ് തീർന്നെങ്കിലേ നമ്മൾ ആ ഒരു ബഡ്ജറ്റിൽ അവസാനിക്കുള്ളൂ. അതെ. അപ്പോൾ അതിന് ഒന്ന് വേണ്ടത് ടൈം പീരീഡിൽ തീരുക എന്നുള്ളത്. ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് 50%-നേക്കാളും കുറവ് ടൈം മതി. കാരണം സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് സിമെൻറ്റും മണലും ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്ത് അതിൻ്റെ മുകളിൽ വൈറ്റ് സിമെൻ്റ് അടിച്ച് അതിൻ്റെ മുകളിൽ പുട്ടിയിടണം. അതെ. ഈ 3 പർപ്പസ് അവിടെ നടക്കുന്നുണ്ട്. അതെ അതെ. ഈ 3 പർപ്പസും ചെയ്യുന്നത് ജിപ്സം കൊണ്ട് ഒറ്റ ഇതിൽ സംഗതി കഴിഞ്ഞു തീർക്കാൻ സാധിക്കും. ഇത് ഗ്ലോസി ഫിനിഷിങ്ങിലാണ് നിൽക്കുക. ആ ഗ്ലോസി ഫിനിഷിങ്ങിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രൈമർ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രൈമറാണ്. പ്രൈമർ ആപ്ലിക്കേഷൻ. ആ പ്രൈമർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കവറേജ് കൂടുതൽ കിട്ടും. കവറേജും പ്രൈമർ ഒരു കോട്ട് പ്രൈമർ അടിച്ചാലും മതി. എമർഷൻ ചെയ്യേണ്ടവർക്ക് എമർഷൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ കോട്ട് പ്രൈമർ അടിച്ചിട്ട് കഴിഞ്ഞാൽ പ്യൂർ വൈറ്റ് ആയിട്ട് കിടന്നോളൂ. ഇതിൽ പേപ്പർ പിടിക്കണം? വേണ്ട. ഈ 3 പർപ്പസിൻ്റെയും കോസ്റ്റ് നമ്മൾ നോക്കണം. സിമെന്റ് പ്ലാസ്റ്ററിങ് മാത്രം നോക്കിയാൽ പോരാ. സിമെന്റ് പ്ലാസ്റ്റർ ചെയ്ത് വൈറ്റ് സിമെന്റ് അടിച്ച് പുട്ടിയിടണം. ഈ 3 കാര്യത്തിൻ്റെയും കോസ്റ്റ് വേണം നമ്മൾ അതിനകത്ത് നോക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വരുന്നത് അറൗണ്ട് 55 റുപ്പീസോളം അതിന് വരും. ഇപ്പോഴത്തെ ഒരു കോസ്റ്റ് എന്താണ് നമ്മുടെ ഈ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതിന്? നമ്മൾ സ്ക്വയർ ഫീറ്റ് ബേസ് ആണ് ചെയ്യുന്നത്. കമ്പനിയുടെ നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് 40 റുപ്പീസാണ്. 40 റുപ്പീസ് വെച്ച്. ഇത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 26-ാം തീയതിയാണ് 10-ാം മാസം 2021. എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസിനും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പോൾ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വീട് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തീർക്കാമെന്നുള്ളതാണ്. ഇതിൽ വ്യത്യാസം വരും. അത് നാളെ കാണുന്ന ഒരാൾക്ക്, നാളെ എന്നുള്ള ഭാവിയിൽ കാണുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് ഇതിൽ റേറ്റ് വ്യത്യാസം വന്നാൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഇന്നത്തെ റേറ്റ് മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. നല്ലൊരു റേറ്റ് ഡിഫറൻസ് തന്നെ ഇതിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് ലാഭങ്ങളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിൽ കറണ്ട് അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാൻ സാധിക്കും? സിമെന്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പൽസറി നമുക്ക് AC ഇട്ടേ പറ്റുള്ളൂ. ഇത് മോയ്സ്ചറൈസിനനുസരിച്ചിട്ട് അത് ക്രിസ്റ്റലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ കൊണ്ടുവരുന്നത്. അപ്പോൾ തണുപ്പ് വരുന്ന സമയത്ത് ആ തണുപ്പ് ഇത് പിടിച്ചു വെക്കുകയും ഒരു മണിക്കൂറൊക്കെ ഇട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ നൈറ്റ് നമുക്ക് AC കാര്യങ്ങൾ ആ തണുപ്പ് ഇതിനകത്ത് കറക്റ്റായിട്ട് നിലനിർത്തും. എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇപ്പം നമ്മൾ വെളിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം സിമെൻറ്റ് മണൽ പ്ലാസ്റ്ററിംഗ് ആണ്. എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റുമോ? ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? നോർമലി നമ്മൾ പ്ലാസ്റ്റർ നമ്മൾ ലൈഫ് ടൈം വാറൻറ്റിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഈ ലൈഫ് ടൈം വാറൻറ്റി നമ്മൾ കൊടുക്കുന്നത് ഇൻക്ലൂഡഡ് ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട്, കാർ പോർച്ച്. ഈ 5 ഏരിയ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് വെള്ളത്തിൻ്റെ സാന്നിധ്യം വരുന്നതാണ്. ഇപ്പോൾ സിറ്റ് ഔട്ട് ആണെങ്കിലും കാർ പോർച്ച് ആണെങ്കിലും ശീതക്കാറ്റ് അടിച്ചിട്ട് നനവ് വരാൻ സാധിക്കും. സൺഷെയ്ഡിനടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് ഡയറക്റ്റ് വാട്ടർ ഫ്ലോ വരാത്ത ഏത് ഭാഗത്തും നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് വാട്ടർ ഫ്ലോ വരാത്ത ഭാഗങ്ങളിൽ ചെയ്തിട്ടുണ്ട്, വരുന്ന ഭാഗങ്ങളിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അഡീഷണൽ വലിയൊരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. അതിന് അഡീഷണൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് വരും. സ്ട്രക്ചർ തന്നെ മാറ്റിയെടുക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഔട്ട്സൈഡ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്റ്റീരിയറായിട്ട് ഡയറക്റ്റ് മഴ അടിക്കുന്നിടത്ത് ചെയ്യാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല, അഡ്വൈസ് ചെയ്യുന്നില്ല. അത് ചെയ്യേണ്ടവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ 1-2 സൈറ്റുകൾ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ് കിടക്കുന്ന 1-2 സൈറ്റുകൾ ഡയറക്റ്റ് വാട്ടർ ഫ്ലോ ഉള്ള ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് അതിൻ്റേതായിട്ടുള്ള ആ ക്ലയൻറ്റ് അതിന് ഓക്കെയാണ്. അവർക്ക് കോസ്റ്റ് അല്ല, പെർഫെക്ഷൻ ആണ് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് വിളിക്കാം അല്ലേ? അതെ. ഇനി മറ്റൊന്നാണ് ഇതിൻ്റെ സ്ട്രെങ്ത്. പലരും ചോദിച്ചിട്ടുള്ള സംഗതി, ഇതിപ്പോൾ ഒരു വോളിൽ ചെയ്തു, അവർക്ക് നാളെ ഇപ്പം ആണിയുടെയൊക്കെ ഉപയോഗങ്ങൾ കുറഞ്ഞു വരികയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു സ്ക്രൂ കൊടുക്കുമ്പോഴത്തേക്കൊക്കെയുള്ള അതിൻ്റെ ഒരു സ്ട്രെങ്ത്, അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നോർമൽ വ്യക്തിയിൽ ഏത് തരത്തിൽ അതിനെ ഗ്രിപ്പ് കിട്ടുന്നുണ്ടോ ആ സെയിം ഇത് തന്നെ ഇതിനും കിട്ടും. അതിന് യാതൊരു വ്യത്യാസമില്ല. പക്ഷെ അതിനകത്ത് മറ്റൊരു വ്യത്യാസം ഉള്ളത്, നമ്മൾ സിമെൻറ്റ് ചെയ്തതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്തതിൻ്റെ മുകളിൽ ആണി അടിക്കുന്ന സമയത്ത് ഒരു 5 mm ഒരു ക്രാക്ക് ഫോം ചെയ്യും. ചെറിയ പോലെ ഇങ്ങനെ ക്രാക്ക് ഫോം ചെയ്യും. ഇതിൻ്റെ മുകളിൽ അടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. കറക്റ്റ് അടിക്കുന്ന ആ ഭാഗത്ത് ആണി കയറി പോവുകയും ചെയ്യും. അതായത് ചതഞ്ഞിറങ്ങി പോവുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് വീട് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ഈ വീടിനകത്തോ പുറത്തോ ചെറിയ കൊമളകളായിട്ട് പൊളിഞ്ഞു പോരുന്ന ഒരവസ്ഥ. അത് കാപ്പിലറൈസേഷൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് വെക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമോ? ഇത് വയ്ക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക്
പരിഹരിക്കാൻ സാധിക്കും. അതിന് ഒന്നുകൂടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഈ സൈറ്റിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ സൈറ്റ് നിൽക്കുന്നത് തന്നെ കാപ്പിലറൈസേഷൻ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. കാരണം ഈ സൈറ്റിൻ്റെ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ചതുപ്പ് നിലമാണ്. കറക്റ്റ്. അപ്പോൾ അതിന് ഒന്ന് ചെയ്യാനുള്ളത് അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഫസ്റ്റിൽ സ്ട്രക്ചർ കെട്ടിപ്പൊക്കുന്ന സമയത്ത് തന്നെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ താഴെ ഭിത്തിയിൽ ഒരു 4 അടി ഹൈറ്റിൽ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ്. ഫുൾ സെറ്റിങ്ങിലേക്ക് വന്നതിന് ശേഷം ഇതിന് വേറെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ പറയുന്നത് 22 to 30 days ആണ് ഫുൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാലും ഈർപ്പടിച്ചു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാനില്ല. ഈർപ്പടിക്കുന്ന സൈറ്റുകളാണ് ആ സൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നല്ലോണം പുറത്തുനിന്ന് ഈർപ്പടിക്കുന്നത്. ആ ഈർപ്പടിച്ച് വെയിൽ വന്നു ഉണങ്ങിപ്പോയാൽ അത് വീണ്ടും പഴയ സ്റ്റേജിൽ തന്നെ, അതിന് വേറെ പൊള്ളച്ച കാര്യങ്ങളൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വരുന്ന സമയത്ത് ഈ വെള്ളം അടിക്കുന്ന സമയത്ത് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഈ പ്രൈമറൊക്കെ പൊടിഞ്ഞ് പെയിൻറ്റ് വരും. അപ്പോൾ അതിന് നല്ലൊരു വാട്ടർ പ്രൂഫ് പ്രൈമർ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാം. നോർമലി ഒന്നുകൂടെ ചോദിച്ചോട്ടെ, നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു, എങ്ങനെ ഉപയോഗിക്കണമെന്നും പറഞ്ഞു. ഇത് ഉപയോഗിക്കാൻ വയ്യാത്ത ഒരു ഏരിയ, നമുക്ക് അത് സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഏരിയ ഉണ്ടോ? ഞാൻ കൂടുതലും ഡയറക്റ്റ് വാട്ടർ ഫ്ലോ അടിക്കുന്ന ഭാഗത്ത് ചെയ്യണ്ടെന്ന് പറയും. അഡ്വൈസ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. അതെ. നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയാണോ അല്ലെ ചെയ്ത് കൊടുക്കുന്ന സർവീസ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയാമോ? ഞങ്ങൾ ഡയറക്റ്റ് അല്ല, കംപ്ലീറ്റ് ഡീലേഴ്സ് ഉണ്ട്. അതുകൂടാതെ മറ്റേതൊരു കമ്പനിയേക്കാളും ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്ന് പറയാനുണ്ട്. കമ്പനി ഡീലേഴ്സിനെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ ജെമ്മിൻ്റെ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജെംപ്ലാസിൻ്റെ ആപ്പ് അത് ഗൂഗിളിലാണ്, മൊബൈലിൽ എടുക്കേണ്ടവർക്ക് മൊബൈലിൽ എടുക്കാം. ജെമ്മിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഞങ്ങളെ ചെയർമാന് വരെയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമർക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിനെ തന്നെ നേരിട്ടിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആപ്പ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മിനിമം ഒരു ഡിസ്ട്രിക്റ്റിൽ 3 ഡീലേഴ്സ് നമുക്ക് ഉണ്ട്. ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സർവീസ് മസ്റ്റായിട്ട് എന്തൊരു കാര്യത്തിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ സർവീസാണ് മസ്റ്റുള്ളത്. അതെ. നമ്മൾ എന്ത് തന്നെ എത്ര നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തെങ്കിലും ഒരു റീവർക്ക് വരാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും അവർക്ക് ഒരു AC ഫിറ്റ് ചെയ്യണം എന്നുള്ള അത്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഷെൽഫ് രണ്ടാമത് ഫിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് രണ്ടാമത് അവിടെ ക്രാക്ക് ചെയ്ത് അവർ ഫിറ്റിങ്ങും കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് അവിടെ മസ്റ്റായിട്ട് സർവീസ് വേണം. ആ സർവീസ് മസ്റ്റായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും കറക്റ്റായിട്ട് സർവീസ് പോയിന്റ് ഉണ്ടാവണം. കറക്റ്റ്. അപ്പോൾ അത് മസ്റ്റായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ പ്രൊഡക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് കോസ്റ്റാണ്. പക്ഷേ ഞാൻ പലപ്പോഴും നമ്മുടെ ചാനലിൽ പറയാറുള്ള സംഗതിയാണ് ക്വാളിറ്റി, അതുപോലെ സർവീസ്. ഏറ്റവും ബെസ്റ്റായിട്ട് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, അതിലും നന്നായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രസ്ഥാനമായിട്ട് ചേർന്ന് സഹകരിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പല ഘട്ടങ്ങൾക്ക് ശേഷം, നമ്മുടെ ടെസ്റ്റിങ്ങുകൾക്കൊക്കെ ശേഷം ഞാൻ നമ്മുടെ ജെംപ്ലാസ് എന്ന പ്രസ്ഥാനത്തിൽ എത്തി നിൽക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന സുഭാഷ് ചേട്ടന് താങ്ക് യു സോ മച്ച്. ശരി. സാധാരണ ജിപ്സം പ്ലാസ്റ്ററിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുണ്ടായിരുന്നു, എങ്ങനെ ചെയ്യും എന്നതിനെക്കുറിച്ചും കൃത്യമായിട്ട് അറിയേണ്ടിയിരുന്നു. അത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മികച്ച വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും പ്രധാനമായിട്ട് കമൻറ്റുകൾ ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.